My name is Bimal Das. I am a motivational speaker by profession. പിന്നെ അതുകൂടാതെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ കൂടെയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ അത്യാവശ്യം നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഒരാളാണ്. അവിടെ പോകുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മലയാളികൾ പൊതുവേ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മീൻസ് സ്പോക്കൺ ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ ഈ നോർത്തേൺ സ്റ്റേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഗ്രാമർ അറിയില്ല, അവർ വെൽ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ കൂടെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഇംഗ്ലീഷിൽ മടിച്ച് നിൽക്കാറില്ല. പക്ഷേ നമ്മളെ മലയാളികളുടെ കാര്യത്തിൽ നേരെ തിരിച്ചിട്ടാണ്. നമ്മൾ വായി തുറക്കാൻ പോകുമ്പോൾ നമുക്കറിയാം യു ആർ ഗോയിങ് ടു മേക്ക് എ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു മേക്ക് എ മിസ്റ്റേക്ക്. നമ്മൾ സംസാരിക്കാൻ നിൽക്കില്ല. നമ്മൾ മലയാളികളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, എൻ്റെയും നിങ്ങളെയും ഒരു കുഴപ്പം, നമ്മൾ ചെയ്യുന്നത് മീൻസ് എക്സ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ് നമുക്കൊരു തെറ്റ് വരാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഫോറിനേഴ്സ് വരുന്നു, നമ്മുടെ നാട്ടിൽ ഫോറിനേഴ്സ് വരുന്നു, ടൂറിസ്റ്റ് പ്ലേസസിൽ വരുന്നു. ചിലപ്പോൾ നമ്മൾ മുമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കാൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചോദിക്കാൻ വേണ്ടി അടുത്ത് വന്നാൽ പോലും നമ്മൾ അവരോട് സംസാരിക്കാറില്ല. നമ്മൾ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്, ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ. അതെന്തുകൊണ്ടാണ്? നമ്മളെ മനസ്സിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ്. അതൊരു ലാംഗ്വേജ് മാത്രമാണ്. ലാംഗ്വേജ് ഈസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് മുമ്പിൽ ഉള്ള ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ ഐഡിയ ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻ കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ലാംഗ്വേജ്. അത് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഞാനിപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷേ ഐ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷേനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് മലയാളമാണ്. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ഓൺ ദിസ് പ്ലാനറ്റ്. അല്ലേ? നമ്മൾ 4 വയസ്സാകുന്നതിന് മുന്നേ, സ്കൂളിൽ പോകുന്നതിന് മുന്നേ, എഴുതാനും വായിക്കാനും അറിയുന്നതിന് മുന്നേ ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷേൻ്റെ മാസ്റ്റേഴ്സാണ് ഞാനും നിങ്ങളും. അല്ല, ശരിയല്ലേ? അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ, ബിഫോർ ഗോയിങ് ടു സ്കൂൾ, ബിഫോർ ദ ഏജ് ഓഫ് 4, ബിഫോർ നോയിങ് ടു റീഡ് ആൻഡ് റൈറ്റ്, യു ആൻഡ് ഐ, വി ആർ ദ മാസ്റ്റേഴ്സ് ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ഓൺ ദിസ് പ്ലാനറ്റ്. ശരിയല്ലേ? ബട്ട് അറ്റ് ദ ഏജ് ഓഫ് 25-30 വി ആർ സ്റ്റിൽ സെർച്ചിങ് ഫോർ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. അതാണ് പ്രശ്നം. നമുക്ക് അത് എന്ത് ഭാഷ കൈകാര്യം ചെയ്യണം, നമ്മൾ ചുറ്റും ഉണ്ടായിരിക്കണം. അതാണ് പ്രശ്നം. നമ്മളിപ്പോൾ പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിക്കുന്നതാണ് ആദ്യത്തെ ഏറ്റവും വലിയ തെറ്റ്. നമുക്കൊരിക്കലും ഒരു കാര്യത്തിൽ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, നമ്മളൊന്നിനും പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിക്കും. നമ്മളെ അറിവൊക്കെ വളരെ പരിമിതമാണ്. നമ്മൾ ഇവിടെ ഭൂമിയിലുള്ള കാലം കുറച്ച് അറിവുകൾ നേടാൻ ശ്രമിക്കുന്നു. ചില ആൾക്കാർ കുറച്ച് കൂടുതൽ അറിവ് നേടുന്നു. അത് അത്രേ വ്യത്യാസമുള്ളൂ. ഇപ്പം ഞാൻ ഒരു സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം നമ്മൾ 10th കഴിഞ്ഞവരാണ്, 12th കഴിഞ്ഞവരാണ്, ഡിഗ്രി ഉള്ളവരാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്, ടീച്ചേഴ്സാണ്, എഞ്ചിനീയേഴ്സാണ്, ഡോക്ടേഴ്സാണ്. ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് 12th സ്റ്റാൻഡേർഡ്? നമ്മൾ എത്രയോ പ്രാവശ്യം 12 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? പക്ഷേ ചിലപ്പോൾ ആൽഫബറ്റ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല. നമുക്കറിയാം TWELVE 12 ആണ്. ബട്ട് വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് 12th സ്റ്റാൻഡേർഡ്? നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതൊന്ന് എഴുതി നോക്കുക. ഒരു കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറും പെൻ എടുത്തിട്ട് എഴുതി നോക്കുക. നിങ്ങളെന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കുന്നറിയാം. അതിനുശേഷം ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത നെക്സ്റ്റ് വരുന്ന വീഡിയോകളിൽ നമുക്ക് കുറച്ചും കൂടി ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.